ഹലോ! ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. വേറെ ആരും അല്ല ട്ടോ. അച്ചാച്ചൻ്റെ ദീദിമാരൊക്കെയാണ്. അതായത് എൻ്റെ സിസ്റ്ററിന്റെ നാത്തൂനാണ് വരുന്നത് ട്ടോ. അപ്പോ നല്ല രസായിരുന്നു. അങ്ങനെ ഓലൊക്കെ നേരെ എത്തിട്ടോ. ഷാദുട്ടനെയും യാമിമോളെയും കാണാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ ഓല് വന്ന് ജ്യൂസെല്ലാം കൊടുത്ത് അങ്ങനെ കുറേ നേരം ഇരുന്നിക്കൊക്കെ ചെയ്തുട്ടോ. ഇന്ന് വീട്ടില് വേറെയും ഗസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ. ഞങ്ങളെ വയനാട്ടിലെ അമ്മോന്റെ വൈഫും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഇന്ന് രസായിരുന്നേ. അങ്ങനെ അച്ചാച്ചു ദേ ഷാദുട്ടനെ എടുക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. യാമിക്കാണെങ്കിൽ ഇവിടെ ആരെ കണ്ടാലും അടുത്തേക്കൊന്നും പോലും ഒരേ ഒരു കരിച്ചില്ല കേട്ടോ. ഇപ്പൊ അറിയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് മാത്രമേ ഇവള് പോവുള്ളൂ. അങ്ങനെ എല്ലാരും കൂടി ഇന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ദേ ഓല് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഓല് തിരിച്ച് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പൊ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരെയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു. അങ്ങനെ ഓല് തിരിച്ചു പോവുക കേട്ടോ. അപ്പൊ പിന്നെ അച്ചാച്ചു ദേ പോവുകയാണെന്ന് പറഞ്ഞ് ഓക്ക് പിന്നെ നമ്മൾ ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല. ദീദിമാരെ കിട്ടിയ പിന്നെ വേറെ ആരെയും വേണ്ട ഓക്ക് കേട്ടോ. അങ്ങനെ ഉമ്മയൊക്കെ തന്ന് ദേ ഓളിറങ്ങി. യാമി ഒരേ ഒരു കരച്ചിലാട്ടോ. ആരും അറിയാത്തതും കൊണ്ട് ഓക്ക് ഭയങ്കര കരച്ചിലാണ്. ആരും എടുത്താലൊക്കെ അങ്ങനെ ഒരു ടാറ്റയൊക്കെ പറഞ്ഞു പോയിട്ടോ. ഓല് വരുമ്പോൾ യാമിമോക്കും ഷാദുമോനും കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് കാണിച്ചു തരാം കേട്ടോ. യാമിമോ കൊണ്ടുവന്ന ഡ്രസ്സാണ്. ഈ ഒരു അടിപൊളി ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇട്ടിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ഷൂ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷാദുട്ടനും അതുപോലെ തന്നെ ഒരു ഷൂവും ഒരു ഡ്രസ്സും കൊണ്ടുവന്ന് നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.